വേനൽ കടുത്തതോടെ ഭൂരിഭാഗം ഭാഗങ്ങളും വറ്റി ഭാരതപ്പുഴ. 3 ജില്ലകളിലായി 444 കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന പുഴ വറ്റിയതോടെ ഇതിനെ ആശ്രയിച്ചു കഴിയുന്നവർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഭൂരിഭാഗം കുടിവെള്ള പദ്ധതികൾക്കും വെള്ളമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 3 ജില്ലകളിലായി 175 പഞ്ചായത്തുകൾ, 8 മുനിസിപ്പാലിറ്റികൾ, 444 കുടിവെള്ള പദ്ധതികൾ. ഭാരതപ്പുഴയെ വെള്ളത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറച്ചല്ല. കൃഷിക്കായി 400-ലധികം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുണ്ട്. കന്നുകാലികളും മൃഗങ്ങളും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ പുഴയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. വേനൽ മഴയ്ക്ക് കിട്ടിയ കുറച്ചു വെള്ളം മാത്രമാണ് ഇപ്പോൾ പുഴയിലുള്ളത്. പുഴയുടെ പല ഭാഗങ്ങളിലും ഇന്ന് മരങ്ങളും ചെടികളുമാണ്. മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള സ്ഥലമായി പലരും തെരഞ്ഞെടുക്കുക കൂടി ചെയ്തതോടെ ഭാരതപ്പുഴ വലിയ പാരിസ്ഥിതിക പ്രശ്നം കൂടി നേരിടുകയാണ്. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.